ഏവർക്കും നമസ്കാരം. നാളെ വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓച്ചിറ ക്ഷേത്രവും പരിസരവും എല്ലാം. നമ്മുടെ ഇത് മറ്റേ തൊട്ടിയുടെ പരിപാടിയാണ്. പക്ഷേ ഇതിനകത്തിൽ ഇവർ എല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തിൽ ഓരോ ഇതിനകത്തിലും ബക്കറ്റിലും ആളുടെ വെയിറ്റ് അനുസരിച്ചുള്ള ചാക്കിനകത്ത് മണൽ നിറച്ച്, ആ മണൽ നിറച്ചാണിത് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നോക്കിയാട്ടെ, ഇത് തുറന്നിട്ട് ഒരു ക്യാബിനകത്ത് 2 പേരാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ 2 പേരുടെ വെയിറ്റ് അനുസരിച്ചാണ് ഓരോ ചാക്കും മണൽ നിറച്ച് ഇവരിതിനകത്ത് വെക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ടെസ്റ്റ് നടത്തുന്ന സാറുമാരും കാര്യങ്ങളും എല്ലാവരും അവർ ഇവിടെ ഉണ്ട്. ഇത് ഫുള്ളായതിന് ശേഷം ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ. അതിൻ്റെ സാറുമാരും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടല്ലേ. പക്ഷേ ഇതൊരു ചാക്കിനകത്ത് എനിക്ക് തോന്നുന്നു കൂടി വന്നു കഴിഞ്ഞാലൊരു 30 കിലോ വെയിറ്റ് കാണുമായിരിക്കും. അതിൽ മേലെ കാണുമോ? ഒരാളെ വെയിറ്റ് 30 കിലോ ഉണ്ടോ? അരച്ചാക്ക് സാധനമുണ്ട്. ഒരു 50 കിലോ ചാക്കാണെന്നെങ്കിലും ഈസി ആയിട്ടല്ലേ അവരെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. കൂടി വന്നു കഴിഞ്ഞാൽ എത്ര കിലോ കാണും? ഇത് വെച്ചാണ് ഇവർ ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ടല്ലേ ഫുള്ള് ടെസ്റ്റ് നടത്തുന്നത് ഇങ്ങനെയാണ്. പിന്നെ അതിൽ അവർ സാറ് വരുന്നുണ്ട്. സാറ് അതിനകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. അവർ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ, ടെസ്റ്റും കാര്യങ്ങളും. ഇതേലെ ഇപ്രാവശ്യം 2 ഉള്ളത്. പിന്നൊന്ന് വരണക്കിണർ, പിന്നെ ഇപ്പം അതുപോലെ മറ്റേ വെള്ളത്തിൻ്റെ ഇത്. പക്ഷെ ഇത് എല്ലാ കാര്യങ്ങളും ഒരു മൊത്തം നോക്കി എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ. എല്ലാവരും ഇങ്ങനെ നാളത്തെ ആഘോഷം വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടിയൊക്കെയാണ്. കാരണം ഈ കച്ചവടക്കാരാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ. കാരണം അതിൻ്റെ കച്ചവടം ഇത് നടത്തുന്നപ്പോൾ ഇതിനൊരു നിശ്ചിത തുക അവർ വെച്ചിട്ടുണ്ട്. ആ നിശ്ചിത തുകയ്ക്ക് അവർ ലേലം ചെയ്യുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല റേറ്റുകൾ മേടിക്കുന്നതാണ്. മറ്റേതെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കടക്കാർ കണ്ടില്ലേ, അവരൊക്കെ ഇത് ചെറിയ റേറ്റിലൊക്കെ എടുക്കുന്നതാണ്. കാരണം അവിടെ താഴെ വെച്ചുകൊണ്ട് ഒന്നൊരു കച്ചവടത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ വൃശ്ചിക മാസത്തിനെ വരവേൽക്കുവാൻ വേണ്ടി നാളെ എല്ലാ ഭഗവത് സന്നിധിയിൽ വരുവാൻ വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓം നമഃ ശിവായ. നാളെയൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത പോലത്തെ തിരക്കായിരിക്കും. അമ്മമാരും എല്ലാം ചെറുപ്പിൻ്റെ 12 ദിവസം ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി വരുന്ന കടകളിലേക്കുള്ള സാധനങ്ങൾ, ഈ ബജ്ജി പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ